ഇറ്റ്സ് ബീൻ 2 years ഞാൻ ഈ ചാനലിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ലെങ്തി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഒരുപാട് ടൈം വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പല കാരണങ്ങൾ കൊണ്ടും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് ഹെന്ന വ്ളോഗും ആയിട്ടാണ് കേട്ടോ. ഈദ് കഴിഞ്ഞിട്ട് ഒരുപാടായി. ബട്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി അടുത്തൊന്നും ഒരു ലെങ്തി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ടാവില്ല. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ്, ഐ എം സന മറിയം. നമ്മുടെ ഈ ചാനൽ ബേസ് ചെയ്തിട്ടുള്ളത് ആർട്ട് ആൻഡ് സ്മോൾ ബിസിനസ് ആണ്. ഇപ്പൊ ഞാനുള്ളത് ഒമാനിലെ കൊച്ചു കേരളം എന്നറിയപ്പെടുന്ന സലാലയിലാണ്. അപ്പോ ഈ ഈദിന് ഞാനിവിടെ എടുത്ത വർക്ക്സും അതുപോലെ തന്നെ കേരളത്തിലും ഒമാനിലും നമുക്ക് ഹെന്ന സെയിൽ ഉണ്ട്, ഹെന്ന പ്രൊഡക്ട്സ് സെയിൽ ഉണ്ട്. അപ്പോ ആ സെയിലും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും ഒരു ഹെന്ന ആർട്ടിസ്റ്റിന്റെ ഈദ് ടൈം ഏകദേശം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ജൂൺ 6-നായിരുന്നു കേട്ടോ ഇവിടെ ഈദ്. ജൂൺ 3-നായിരുന്നു ഫസ്റ്റ് ഈദ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ നാട്ടിലെ ഹെന്ന പ്രൊഡക്ട്സിൻ്റെ ഷിപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരുന്നു. ലോക്കൽ പിക്കപ്സ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. എൻ്റെ ആദ്യത്തെ ക്ലയൻറ്റ് അഫ്ര തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അവൾ മുന്നേ ഈദുൽ ഫിത്തറിന് ലാസ്റ്റായിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അന്ന് ഫുള്ളി ബുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ അഫ്രൻ്റെ വർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഇതിന് അഫ്ര നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് കോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജൂൺ 3-ന് നൈറ്റാണ് കേട്ടോ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്കൊരൊറ്റ ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്, അറബിക് അല്ലെങ്കിൽ ഫ്ലോറൽ ഡിസൈൻ വേണമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അഫ്രൻ്റെ ഡിസൈന്. ജൂൺ 4-ന് ഉച്ചക്കായിരുന്നു കേട്ടോ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ പോണതിന് കുറച്ച് മുന്നേ ആണ് ഹെന്ന സീലൻറ്റിൻ്റെ ഓർമ്മ. റോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നോർമൽ ഹെന്ന സീലൻ്റാണ് ചെയ്തത്. നോർമലി എല്ലാം നേരത്തെ സെറ്റാക്കി വെക്കാറുണ്ട്. ബട്ട് ലാസ്റ്റ് ടൈം ഹെന്ന പ്രൊഡക്ട്സിന് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. സോ അതിന് റിപ്ലൈ കൊടുക്കലും നാട്ടിലെ സെയിൽ മാനേജ് ചെയ്യലും എല്ലാം കൂടി ആയപ്പോൾ ഇത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റിൽ എൻക്വയറീസ് കൂടുന്നത് കണ്ടപ്പോൾ ഞാൻ എക്സ്ട്രാ ഹെന്ന പേസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചു. ഒരു കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി അത്യാവശ്യം കോൺസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ബട്ട് താങ്ക് ഗോഡ് എക്സ്ട്രാ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ലാസ്റ്റിൽ വന്ന ആൾക്ക് വരെ നമുക്ക് കോൺ കൊടുക്കാൻ പറ്റി. ഓഫ് കോഴ്സ് ഹെന്ന കോൺസ് ആൻഡ് ഹെന്ന പില്ലോ, ഇതാണ് ഞാൻ ഏത് വർക്കിന് പോവുകയാണെങ്കിലും ഫസ്റ്റ് റെഡിയാക്കി വെക്കാറ്. ഇതിന് ഞാൻ മോർണിംഗ് ടു ഈവനിങ് 7 PM വരെ ഹോം സർവീസ്, നൈറ്റ് ആഫ്റ്റർ 7 PM എൻ്റെ റൂമിലും വെച്ചിട്ടായിരുന്നു കേട്ടോ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത് സലാലയിൽ തന്നെ ഔക്കദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു. എല്ലാ വർക്കും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ് തരിക അല്ലേ. എസ്പെഷ്യലി നമ്മൾ വേറെ ഒരു കൺട്രിയിലാവുമ്പോൾ. നമ്മുടെ ക്ലയൻറ്റ് ബുക്ക് ചെയ്തപ്പോൾ 4 പേർക്കായിരുന്നു, അവിടെ എത്തിയപ്പോൾ അത് 7 പേർക്കായി. പിന്നെ നെക്സ്റ്റ് വർക്ക് നൈറ്റ് ആയതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കുട്ടികളുടെ സെക്ഷൻ ആയിരുന്നു. ബുക്ക് ചെയ്തപ്പോൾ ഓർഗാനിക് കോണാണ് കേട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കുട്ടിക്ക് ഓർഗാനിക് കോൺ കൊണ്ട് തന്നെയാണ് ഹെന്ന ഇട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് രണ്ടാമത്തെ കുട്ടിക്ക് ഇൻസ്റ്റൻറ്റ് കോൺ മതി എന്നായി. അങ്ങനെ ലാസ്റ്റ് എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് കോൺ വെച്ച് ഇട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നെ ആദ്യത്തെ കുട്ടിക്ക് ഓർഗാനിക് കോൺ വെച്ചിട്ടായിരുന്നല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിക്കും ഇൻസ്റ്റൻറ്റ് കോൺ കൊണ്ട് ഇട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുട്ടികളുടെ ഡിസൈൻസ്. അഡൾട്ട്സിൻ്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്നുമില്ല കേട്ടോ. കാരണം ഫോട്ടോസ് എടുക്കാൻ നോർമലി ഇവിടെ ആർക്കും താല്പര്യമില്ല. ബട്ട് അവർ റീക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു തന്ന ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെയിം ഡിസൈൻ ഓരോരുത്തരും ഹാൻഡ്സിൽ ഫ്രം എൽബോ മുതലും കാലിൽ നീ മുതലായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനും കഴിഞ്ഞ ഇതിനും ഏറ്റവും കൂടുതൽ റീക്രിയേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഡിസൈൻ ലണ്ടൻ ഹെന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിഷാസ് ഹെന്ന എന്ന ആർട്ടിസ്റ്റിൻ്റെ പേജ് കേട്ടോ. 7 PM ആയി, ഇപ്പോഴാണ് വർക്ക് കഴിയുന്നത്. ഇനി നമുക്ക് പോയിട്ട് നൈറ്റ് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹെന്ന കോണ് ലാസ്റ്റ് ബാച്ച് ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് വന്ന ഓർഡറാണ് ലാസ്റ്റ് ആയിട്ടുള്ളത്. പോവാം. ലാസ്റ്റിലുണ്ടായിരുന്ന വർക്ക് ഹെന്നൻ്റേതായിരുന്നു. ആൾക്ക് ഫ്ലോറൽ ഒരു ഫ്ലോ ആയിട്ട് വരുന്ന ഡിസൈനാണ് വേണ്ടിയിരുന്നത്. എൻ്റേതായിട്ടുള്ള ഒരു ഡിസൈനാണ് ആൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഹെന്ന വർക്കൊക്കെ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ ഈദിൻ്റെ തലേന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.